അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചതാണ്. അപ്പോൾ നമുക്ക് നേരെ പോയി വാഷിങ് പിന്നെ എല്ലാം ഒന്ന് റെഡി ആവാത്ത പല്ലും ഇതൊക്കെ തേക്കണം. രാവിലെ എണീച്ച് വന്നാണ്. അതായത് നമുക്ക് പല്ലൊക്കെ തേക്കാം. അപ്പം നേരെ പോയി വാഷിങ് പല്ലും തേച്ചിട്ട് വരാം ഗൈസ്. വാഷിങ് എല്ലാം പെടുന്നതാണ് ഗൈസ്. അതാണ് നമുക്ക് നല്ലൊരു കൂളരുണ്ട്. അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മളെ വാഷിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്യാൻ പോയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇവിടെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളേതായാലും പറഞ്ഞിട്ടുണ്ട് അവരോട് ഗ്യാസ് വരാൻ. ഏതായാലും കുക്ക് ചെയ്യാനുള്ള മൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്കേതായാലും പുറത്തുനിന്ന് കഴിക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഈ ഒരു ചെറിയ ടെൻറ്റിന് വീടിനാണ് നമ്മൾ കുക്ക് ചെയ്യാറുള്ളത്. ഇനി അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മെയിൻ കുക്കിംഗ് ഏരിയ. പക്ഷെ നമ്മൾ ടെൻറ്റിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒരു വേറെ വൈബല്ല ഗൈസ്. ഏതായാലും നമുക്ക് നേരെ നമ്മളെ പുറത്ത് നമ്മളെ ചെറുക്കം കിടക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ മഴയാണ്, മഴൻ്റെ മ്യൂസിക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നേരെ നമുക്ക് നമ്മൾ ഗോൾഫ് നടിയിൽ നമ്മൾ അർജൻറ്റീനേൻ്റെ ഗോൾഫ് എടുക്കുന്നുണ്ട്. നമുക്കത് എടുത്താണ്ട് നേരെ നമ്മൾ ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഗോൾഫിൻ്റെ ഇടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനെല്ലാം വെള്ളമൊക്കെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഏതായാലും നമുക്ക് ഇനി അടിക്കണം. പിന്നെ നമുക്ക് നേരെ വണ്ടിയിൽ കയറിയേക്കാം. ഓട്ടോമാറ്റിക്കലായിട്ട് ഗൈസ്. അപ്പോൾ ഏതായാലും വണ്ടി കയറിയിട്ട് നേരെ നമ്മൾ കുക്കിങ്സ് നമ്മളെ ഹോട്ടൽ ബർഗർ ഷോപ്പുണ്ട് അവിടെ പോവാണ്. ഗോൾഫും കൊണ്ട് നേരെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കേതായാലും ഈ ഒരു സ്പേസിലോട്ടേക്ക് വണ്ടി നിർത്താം. ഇവിടെ ഒന്നും ആരും ഇല്ലാത്തതാണ് ഗൈസ്. ആരും താമസിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഇവിടെ വെച്ച് പ്രശ്നമൊന്നുമില്ല. എന്തായാലും നമ്മൾ അർജൻറ്റീനേൻ്റെ ഗോൾഫ് എടുത്ത് വന്നുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഏതായാലും നൈറ്റ് ആവാനായി. സൂര്യാസ്തമയമൊക്കെ ഇവിടുന്ന് തന്നെ കണ്ടു തിന്നാം. അപ്പം നൈറ്റ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മളൊരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർഗർ പോയി കഴിക്കാം. നേരത്തത് എന്താണെന്ന് ചോദിച്ചാൽ നൈറ്റ് നല്ലൊരു മഴ പെയ്ത് അതിൻ്റെ മൂടൽ വന്നാണ് ഗൈസ്. ഞാൻ വരെ വിചാരിച്ചു നൈറ്റ് ആയിരുന്നു. ആ സമയം പോലും നോക്കാതെ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മഴയാണ്. അപ്പോൾ ഇവിടുന്ന് കഴിക്കലൊന്നും റെഡിയാകുമ്പോൾ അറിയില്ല. അതായത് നമുക്ക് കനാന്തി ഇവിടെ കഴിക്കാൻ നോക്കാം ഗൈസ്. നല്ല വെള്ളച്ചാട്ടമൊക്കെ കാണാൻ നല്ല വൈബാണ് ഇവിടുന്ന് വെള്ളച്ചാട്ടം കാണുന്നത്. ഏതായാലും നല്ല സീൻ വൈബ് തന്നെയാണ് ഇവിടുന്ന് വെള്ളച്ചാട്ടം കാണുക എന്ന് പറയും. ഏതായാലും ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട. നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോകണം. അപ്പോൾ ഒന്ന് കുറേ പരിപാടി കണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ആ മുന്നേ കാണുന്ന വീട്ടിലാണ് ഗൈസ്. നമ്മളെ വണ്ടി ഇവിടെ അല്ലേ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മളെ വണ്ടി കാണില്ല. ഇനി ജീവനോട് പോകേണ്ട വണ്ടി ഗൈസ് ഇവിടെ തന്നെ ആയിരുന്നു. നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ തന്നെ ആയിരുന്നു. ഗൈസ് മോനെ നമ്മൾ ലോക്ക് ചെയ്യാൻ മറന്നു ഗൈസ് വണ്ടി. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടൊക്കെ ഒരു മതിലുണ്ട് ഇനി ഗൈസ്. അതൊക്കെ പൊളിച്ചോണ്ടായിരിക്കും അവൻ വണ്ടി കൊണ്ടുപോയത് ഗൈസ്. ആരാണോന്ന് അറിയില്ല. ഏതായാലും വല്ലാത്തൊരു പണിയായി പോയി. നമുക്ക് വണ്ടി നഷ്ടപ്പെട്ടു എന്ന് പറയാമല്ലോ ഗൈസ്. നല്ല സങ്കടമുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ നല്ലത് നമുക്ക് തപ്പാൻ നോക്കട്ടെ ഗൈസ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വ്യക്തി നമ്മൾ കോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോളൊന്ന് എടുത്ത് നോക്കാം. നമ്മൾ പരമാവധി ഇവിടെ നോക്കിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ എവിടെയും കാണുന്നില്ല. ഇവിടെ പല ഗോൾഫുണ്ട്. പക്ഷെ നമ്മളെ കോളാണ്. പക്ഷെ നമ്മളെ വണ്ടി ഇവിടെ എവിടെയും കാണുന്നില്ല. അതായത് നമുക്കൊരു കോൾ വരുന്നുണ്ട്. അതൊന്ന് എടുത്ത് നോക്കാം. ഹലോ ഇഷ്ടമായിട്ട് കൂട്ടിയിട്ടുണ്ട്. അതാണ് ഞാനൊരു ബുദ്ധിമുട്ടാൻ സാധ്യത. എൻ്റെ മുന്നേ നല്ല അർജന്റീന വണ്ടി കൊണ്ടിട്ട് എന്നൊക്കെ ഞാനൊന്ന് വീട്ടിലിടാം. നീ ആരുടെ വിചാരിച്ചത്? എൻ്റെ മുന്നിൽ നീ ഒന്നുമില്ല. എൻ്റെ വണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 10 കോടിയും അതുപോലെ എനിക്ക് ഒരു BMW അതുപോലെ എനിക്ക് അർജന്റീന ബ്രസീലിന്റെ ഫ്ലാഗും വെച്ച് കൊണ്ടുവരണം. എന്നാലും എൻ്റെ വണ്ടി ഞാൻ നിനക്ക് തിരിച്ചു തരുള്ളൂ. ഓക്കെ. ഹലോ നിങ്ങളാരാ? നിങ്ങളെന്ത് ഗൈസ് അവൻ വിളിച്ചാണ്ട് പലതും ഓഫർ ചെയ്തിട്ടുണ്ട്. നമ്മളെ വണ്ടി വെച്ചാണ്. കാരണം ആ അർജൻറ്റീന ഇതുണ്ട് എന്നുള്ളൂ ഗൈസ്. ഏതായാലും നമുക്കും ആശയമായിട്ട് നമ്മളെ ഹാക്കർ ബോയ് നമുക്ക് ഏതായാലും ഹാക്കർ ബോയിനെ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും കോൾ എടുത്ത് ഹാക്കർ ബോയിനെ വിളിച്ച് നോക്കട്ടെ. നേരെ ഡിഫൻഡർ എടുത്താണ് നമ്മളെ ഹാക്കർ ബോയിൻ്റെ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നേരെ നമുക്ക് വണ്ടി കൊണ്ടുപോയാണ്ട് മാർക്ക് ചെയ്തിട്ട് വേണം ഹാക്കർ ബോയിനെ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ. അപ്പോൾ ഹാക്കർ ബോയ് എന്താണ് ചെയ്യുകയെന്ന് നമുക്ക് വണ്ടി കിട്ടുമോയെന്നൊക്കെ നമുക്ക് നോക്കാം. അതെല്ലാം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി നൽകാം. അതായത് ഡിഫൻഡർ നമ്മൾ ഡാർക്ക് ബ്ലൂയിലേക്ക് അയക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ നമ്മൾ വണ്ടിയാണ് നമുക്ക് ആദ്യം മുഖ്യം.
അപ്പോൾ നമുക്ക് നേരെ ഹാക്കർപോയിനെ പോയി കാണാൻ കഴിയും നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഏതായാലും ലിഫ്റ്റാണിത്. ആ ഗൈസ് നമ്മൾ ലിഫ്റ്റ് കയറി മുളത്തിട്ടുണ്ട്. ഈ ഹാക്കർപോയിൽ വളരുന്നുണ്ട്. അപ്പോൾ ഹാക്കർപോയി ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. ഹാക്കർപോയി നേരെ നമ്മളെ ലാപ്ടോപ്പ് വെച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിട്ടണ അവൻ്റെ ലൊക്കേഷൻ സെറ്റാക്കിയിട്ട് തരാമെന്നാണ് നമ്മൾ ഹാക്കർപോയി നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. ഈ ഒരു വ്യക്തി ലൊക്കേഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ജോണിയെ ഞാൻ ഇവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവന് യെല്ലോ പെൻസിൽ നമ്മളാ ചെറിയൊരു സംഭവമില്ലേ അങ്ങോട്ടേക്ക് ആ റോഡ് ക്ലോസ് ചെയ്യുന്ന സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസമായിട്ട് ഓഫാണ് ആ ഒരു ഏരിയ. ഇപ്പോൾ വർക്കിലല്ല. അപ്പോൾ അവനെന്തിനാ കയറി പോയെന്ന് എനിക്കറിയില്ല. അവനെ എല്ലാം ഒരു ബെൻസാണ്. എല്ലാത്തിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചുതരാം, നീ കൈ വെച്ചോ. ഏതായാലും അവൻ്റെ ബെൻസിൻ്റെ ലൊക്കേഷൻ അവിടെ ആയിട്ടാണ്, ആ ഭാഗത്തായിട്ടാണ് ആ ലൊക്കേഷൻ വരുന്നത്. അപ്പം നീ അവിടെ പോയി അവനൊന്ന് നോക്കുന്നത് നല്ലതാണ്. നമുക്ക് നേരെ ഇനി അവിടെ പോയി നോക്കിയേക്കാം. അപ്പം മെയിൻ ലൊക്കേഷൻ അവിടെയാണ് എന്നാണ് ഹാക്കർപോയി നമ്മൾ പറഞ്ഞത്. അതായത് നമ്മൾ നേരെ നിലത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ നമ്മളെ ഡിഫൻഡർ എടുക്കുക, അവിടെ പോവാം. അപ്പോൾ ഡിഫൻഡർ കൊണ്ട് എടുക്കുന്ന തന്നെയാണ് സേഫ്. അപ്പോൾ ഡിഫൻഡർ എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ എന്ത് കറിയും നിങ്ങൾ തന്നെ കറിയണം ഗൈസ്. കാരണം ഇന്ന് വണ്ടി കിട്ടുമെന്ന് പോലും നമുക്കറിയില്ല. കഴിയുന്നത് നമ്മൾ വണ്ടി കിട്ടാൻ നോക്കും. അപ്പോൾ ഏതായാലും എന്തൊരു സ്റ്റോറി വീഡിയോ ആണ്. ഇനി ഇതിൻ്റെ പാർട്ട് 2 പാർട്ട് 3 ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഈ ഒരു ലൊക്കേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങോട്ട് ചെറിയ ഇതുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും ഓടി തന്നെ പോയി നോക്കാം. അപ്പം ഈ ഇതിൻ്റെ അടിയിലാണ് അവൻ്റെ ഫോൺ, നമ്മളെ കോൾ ചെയ്ത ഫോണിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് ഗൈസ്. നമുക്ക് ഏതായാലും അടിയിലോട്ടേക്ക് പോയി നോക്കാം. അപ്പോൾ അവനും ഇവിടെ വെച്ചാണ് കണ്ടതെന്നാണ് അവളോട് പറഞ്ഞത്. ഗൈസ് അവിടെ ചെറിയൊരു ബാസ്ക്കറ്റ് കാണുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ ബാസ്ക്കറ്റിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഏതായാലും ബാസ്ക്കറ്റ് ഒന്ന് പോയി നോക്കിയേക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഗൈസ്. തപ്പിയപ്പോൾ നമുക്കൊരു ഫോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ ഫോണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഫോണ് നമ്മളെ ഹാക്കർപോയിക്കൊന്ന് കാണിച്ചു കൊടുക്കാം. പോലീസിലെ ചെറിയ രീതിയിൽ കേസ് എടുത്തോട്ടെ, നേരെ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ കയറി ചെല്ലാം. അപ്പോൾ ഏതായാലും അവിടെ ഒരു കിടില സാറൊക്കെ ഉണ്ട്. സീനിയർ ഓഫീസറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സാറേ എനിക്ക് ചെറിയ പരാതി ഉണ്ട് പറഞ്ഞ്. ഏതായാലും നമുക്ക് നമ്മൾ ഡിഫൻഡർ എടുത്ത് ഇവിടുന്ന് പോവാം. ഏതായാലും നമ്മൾ പോവാം. നമ്മൾ പോലീസുകാരുടെ നമ്പർ വാങ്ങിയില്ല. ഏതായാലും അവർ മാത്രമായിട്ട് അന്വേഷിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അവർ നമ്പർ വാങ്ങാൻ ഇതൊരു മോശമല്ല ഗൈസ്. അപ്പോൾ ഏതായാലും എന്ത് അപ്ഡേറ്റ് കിട്ടുകയാണ് അവരെ അറിയിക്കാമെന്ന് വിചാരിച്ച്. ഏതായാലും നമുക്ക് നേരെ പോലീസുകാരുടെ നമ്പർ ഒന്ന് വാങ്ങാം. അല്ല നമ്മൾ ഈ ഒരു പാർക്കിങ് അധികം ശ്രദ്ധിക്കലില്ല. ഇങ്ങോട്ട് ഇറക്കലുമില്ല വണ്ടി. നമുക്ക് ഏതായാലും ഒന്ന് ഇങ്ങോട്ട് ഇറക്കി വെക്കാം വണ്ടി ഒന്ന് ഗൈസ്. ഇത് കണ്ടു ഗൈസ്, ഇത് നമ്മളെ ജോണിയുടെ വണ്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി അടിച്ചുകൊണ്ട് പോയ ജോണിയുടെ വണ്ടിയാണ് ഗൈസ്. ഇത് ഈ ഒരു മഞ്ഞ ബെൻസാണ് അവൻ്റെ വണ്ടി. എന്തായാലും സൂക്ഷിച്ച് വേണം ഉള്ളിൽ കയറിയിട്ട് എന്താ നടക്കുന്നതെന്ന് ആലോചിക്കും. ഏതായാലും നമുക്ക് നേരെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കാം. നമുക്ക് ഏതായാലും ഇവിടെ തന്നെ കിടക്കട്ടെ. ഏതായാലും നമുക്ക് നേരെ അങ്ങനെ നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ശ്രദ്ധിച്ച് എല്ലാം നോക്കാം. എന്തൊക്കെ നടക്കുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഏതായാലും നമുക്ക് പോയി ഏതായാലും ഡോറിനൊക്കെ നമ്മൾ നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നേരെ അതിയൊക്കെ എല്ലാം നോക്കി നോക്കിയൊക്കെ ഗൈസ് ഇവിടെ എവിടെയെങ്കിലും അവരുണ്ടാകാതിരിക്കില്ല. അവിടെ 2 പേര് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇത് ജോണിയാണ് ഗൈസ്, കണ്ടാലറിയാം ഇത് ജോണിയാണ്. പോലീസുകാരെ ഒത്ത് കളിക്കുകയാണ്. ഏതായാലും പറയുന്നത് എന്താന്ന് നോക്കാം. ഈ പറഞ്ഞ പോലെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവനെ പൂട്ടണ്ടേ നീ പറയും, ഞാൻ ഒപ്പോട് പൂട്ടാവണേ. ഏതായാലും എൻ്റെ അടുത്ത് തന്നെ വന്ന് കേസ് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ ഏതായാലും അവനെ നമ്മൾ എങ്ങനെയൊക്കെ പൂട്ടിക്കൊള്ളാം. നമ്മളുണ്ട് ഒന്നായോ കാര്യം ഇതുവരെ അവൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഏതായാലും എന്തെങ്കിലും ആവട്ടെ, അവനെ നമുക്ക് റെഡിയാക്കാം. അതായത് അവൻ്റെ വണ്ടി എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അവൻ ഒരു പരിപാടിയും ചെയ്യില്ല. നമ്മളുള്ള കാര്യം അത് അവനെ അറിയുകയും ചെയ്യില്ല.
ഏതായാലും നമുക്ക് നോക്കാം അവൻ എത്ര വരെ എത്തും. ഏതായാലും നമുക്കൊരു ചെറിയ പരിപാടി വെക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിക്ക് അന്നാണ് ഞാൻ വണ്ടി എവിടെയെന്ന് നമ്മളെ എല്ലാ ആൾക്കാർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അന്ന് നമ്മളൊരു ചെറിയ സർപ്രൈസ് വെക്കുന്നുണ്ട്. നമ്മളെ ഏട്ടനുണ്ട്, ആ ഏട്ടൻ നമ്മളെ സ്വന്തം ബ്രദർ അവൻ വരുന്നുണ്ട്. അപ്പോൾ അവനെ കൂടി വെച്ചാണ്ടുള്ള ഒരു ചെറിയ പാർട്ടിയാണ് ഞാൻ വെക്കാൻ പോണേ. അപ്പോൾ സാറെന്തായാലും വരൂല്ലോ സാറേ?